എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളതേ കൊല്ലം ജില്ലയിലെ ശങ്കരമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീടില്ലേ, ഈ വീട്ടിലൊരാളുണ്ട്. ഇദ്ദേഹത്തെ ഒന്ന് കാണാനും കുറച്ച് സമയം അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കാനും വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ നട്ടുച്ച വെയിൽ നേരത്ത് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയമായ ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഈ ചൂട് സമയത്തെ എനിക്ക് പുള്ളിയെ മീറ്റ് ചെയ്യാനായിട്ട് പെർമിഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ചൂടൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്നു. അപ്പുറത്തൂടെ ബൈക്കൊക്കെ പോകുന്നുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ എൻ്റെ പിന്നിൽ കാണുന്ന വീട്, ഇവിടെ ചില വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഉടയനായിട്ടുള്ള ഒരാളുണ്ട്. പേര് ശരത് എന്നാണ്. ഏകദേശമല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ 19ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 19 വയസ്സുള്ളപ്പോൾ ആ ബിസിനസ് ഇന്ന് വിപുലമായ ഒരു സാമ്രാജ്യമായി മാറിയിരിക്കുകയാണ്. ഏകദേശം 25-ന് മുകളിൽ സ്വന്തമായി വാഹനങ്ങളുള്ള ഒരാളായി മാറിയിരിക്കുകയാണ്. എന്തായാലും വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വിപുലമായ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് ഞാൻ ഈ പറഞ്ഞ ശരത്. അപ്പോൾ പിന്നെ ഈ ശരത്തിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കണ്ടേ, വേണ്ടേ? അദ്ദേഹത്തിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കുറച്ച് നേരം അദ്ദേഹവുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം, ചില വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ അകത്തേക്ക് പോവുകയാണ്. പുള്ളി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ശരത്ത്. കക്ഷിക്ക് ഇപ്പോൾ 26 വയസ്സുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. കള്ളമൊന്നും അല്ലല്ലോ? ഇല്ല. ഓക്കെ. അങ്ങനെ ഇദ്ദേഹമാണ് 19 വയസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. റെൻ്റേ കാറിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അത് വിശാലമായ ഒരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശരത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനും കുറച്ച് സമയം നമുക്ക് കാഷ്വലായിട്ടൊന്ന് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഈ സമയം ഞാനിവിടെ എത്തിയത്. ഓക്കെ. ശരത്തെ, നമസ്കാരം. നമസ്കാരം. വയസ്സ് 26 ഉണ്ടെന്ന് പറഞ്ഞു. ഈ 19 വയസ്സിൽ ഈ സംഭവം തുടങ്ങാനുള്ള ഒരു കാരണം എന്തായിരുന്നു? കാരണം എന്ന് വെച്ചാൽ എനിക്ക് പണ്ടേ ബിസിനസ്സിനോടാണ് താല്പര്യം. ബിസിനസ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിൽ നമുക്ക് ബ്രാൻഡ് വണ്ടികളോടൊക്കെ പണ്ടേ ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. വണ്ടി പ്രാന്ത് വേണേൽ പറയാം. അതാണ് ഇതിലെത്തിച്ചത്. എന്നാലും 19 വയസ്സെന്ന് പറയുമ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അല്ലേ? ആ സമയത്ത് വീട്ടുകാരും ഒന്നും പറഞ്ഞില്ലേ? എടുത്തു ഫോൺ എടുത്തു. ഹലോ, കുറച്ച് തിരക്കാം, വിളിച്ചാൽ മതിയാ? വിളിക്കാം. ബുക്ക് ചെയ്യാം. ഷോറൂം കണ്ടോ, തിരക്ക് കണ്ടോ? ഇപ്പം തന്നെ കുറേ ഫോൺസ് വന്നു ഇതിനിടയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി അത് കട്ട് ചെയ്യണ്ട. എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ സംസാരവും ബിസിനസ്സും അത്രയ്ക്ക് തിരക്കുള്ള മനുഷ്യനാണ്. നമ്മളങ്ങും ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഓക്കെ. എന്തായാലും വീട്ടിൽ ആ 19 വയസ്സ് അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നു? ആദ്യം ഒരു വർഷത്തേക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. ഗവൺമെന്റ് ജോലി അടിക്കണം എന്നൊരു രീതിയൊക്കെയാണ് വീട്ടിൽ. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത് വന്ന കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ഇപ്പം കുഴപ്പമില്ലെന്ന് തോന്നിയപ്പം പിന്നെ സപ്പോർട്ടായി. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് എനിക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യം. കാരണം നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ കൊണ്ട് വിട്ടിട്ട് അത് കളഞ്ഞിട്ട് വേറൊരു പണിക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഒന്ന് ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞു കളയും ചിലപ്പോൾ. അങ്ങനെ വല്ലതും പറഞ്ഞോ? വീട്ടിൽ ആദ്യം നല്ല പ്രഷർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ആദ്യം ഡിഗ്രിക്ക് പോയി. അവിടെ വെച്ച് ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ, അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി കുറെ കാര്യങ്ങൾ. എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. എൻ്റെ ആഗ്രഹം ഇവിടെയും മനസ്സ് ഇവിടെയും, പഠിക്കാൻ അവിടെ പോയിട്ട് എനിക്കത് അത് പറ്റുന്നില്ല. അതാണ് ഞാൻ സത്യത്തിൽ നിർത്തിയത്. ഓക്കെ. അപ്പൊ ആദ്യം ഈ കാര്യം ചെന്ന് അമ്മയോട് അവതരിപ്പിക്കുന്നു. അമ്മ എന്ത് പറഞ്ഞു? ആദ്യം പാടായിരുന്നു. എന്നിട്ടും അതിൽ നിന്ന് പിന്മാറിയില്ല. ചേച്ചി എന്ത് പറഞ്ഞു? ചേച്ചിയും മൊത്തത്തിൽ എതിർപ്പായിരുന്നു. പിന്നെ പയ്യെ സമ്മതിച്ചെടുത്തായിരുന്നു. പയ്യെ ഓക്കെ ആക്കി. അങ്ങനെയാണ് ആദ്യം കുറച്ച് പണ്ട് ഗോൾഡൊക്കെ ആയാലും ഇതൊക്കെ വാങ്ങാനുള്ള ചെറിയ. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അപ്പൊ ആദ്യം നമ്മളൊരു വണ്ടി വാങ്ങണമല്ലോ. അപ്പൊ അതിന് അമ്മയോട് ചെന്ന് പൈസ ചോദിച്ചപ്പോൾ അമ്മ തരില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ പിന്നീട് നമ്മൾ വീണ്ടും പ്രഷർ ചെലുത്തും. ഇത് എന്റെ ഒരു ഐഡിയയിൽ ഞാൻ പറയാണ്, തെറ്റാണെങ്കിൽ പറയണം കേട്ടോ. എന്തായാലും അന്നേരം പറഞ്ഞു, ശരി എന്നാ ഞാൻ ഗോൾഡ് തരാം എന്ന് പറഞ്ഞു. തരാന്ന് ആദ്യം പറഞ്ഞില്ല, മനസ്സോടെ ആദ്യം തന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇത് കൊണ്ടുവന്ന് തൊലച്ചിട്ട് ഈ വീട്ടിൽ കയറി പോയത്. അത് കഴിഞ്ഞ് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കാൻ പോകണം. ആ ഒരു രീതിയിലായിരുന്നു വന്നത്. അങ്ങനെ നമ്മൾ വെച്ചു, ഒരു വണ്ടി എടുത്തു.
ഒരു വണ്ടി ഉള്ളപ്പോൾ തന്നെ നമ്മൾ കുറേ വർക്ക് പിടിച്ചിട്ടാലേ എങ്ങനെയായിരുന്നു ആ കോൺടാക്റ്റുകളൊക്കെ സംഘടിപ്പിക്കുന്നത്? മാനേജ് ചെയ്യുമായിരുന്നു. എങ്ങനെയാ കോൺടാക്റ്റുകളൊക്കെ? ആദ്യം നമ്മൾ തുടക്കകാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ചെറിയ രീതിയിലൊക്കെ തന്നെ അന്ന് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തൊക്കെയാണ് ആദ്യം കോൺടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓഫീസ് ചെറിയ രീതിയിൽ ഇട്ടു. പിന്നെ അങ്ങനെയാണ്. വേറെ ഏതെങ്കിലും കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ടോ? ആദ്യം ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തുടക്കം. പിന്നെ നമ്മൾ ടാക്സി സർവീസിലോട്ട് വന്നു. പിന്നെ ലക്ഷറി കാറുകൾ റെന്റ് ചെയ്യാൻ നമുക്ക് ലക്ഷറി ടാക്സി ഉണ്ട്. ഒറിജിനൽ ലക്ഷറി ടാക്സി വണ്ടികൾ നമുക്കുണ്ട്. അത് കോർപ്പറേറ്റ് ഇവന്റ്സിന്, എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പിനൊക്കെ അറേഞ്ച് ചെയ്യും. ഈ വലിയ വലിയ ഇനാഗുറേഷനൊക്കെ നമ്മൾ വണ്ടികൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ആദ്യം വാങ്ങിച്ച വണ്ടി ഏതായിരുന്നു? ആദ്യം നമ്മൾ യോണ വണ്ടി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊച്ചു വണ്ടികളാണ് നമ്മുടെ 8 വണ്ടികളോളം. ഈ ലിമോസിൻസിലേക്ക് വന്നത് എപ്പോഴായിരുന്നു? 2021 അതൊക്കെ നല്ല തുക വേണ്ടി വരില്ലേ? അപ്പൊ അന്നേരത്തേക്ക് ആ പൈസയൊക്കെ അന്നൊരു 25 lakhs ഒക്കെയാണ്. 25 lakhs എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു എമൗണ്ട് തന്നെയാണല്ലോ. ആ പൈസയൊക്കെ എങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയോ അതോ വീണ്ടും ഗോൾഡ് എന്ന് ചോദിച്ചോ? അല്ല, പിന്നെയും ഗോൾഡ് ചോദിച്ചു. പിന്നെ ഗോൾഡും വെച്ച് പിന്നെ നമ്മുടെ അന്ന് കുറച്ച് വണ്ടി ഓടിയുടെ പേയ്മെന്റ് എല്ലാം വെച്ച് ഡൗൺ പേയ്മെന്റ് അടച്ചാണ് ഫസ്റ്റ് വണ്ടി എടുക്കുന്നത്. അന്ന് നമുക്ക് ലോണും ദൈവം സഹായിച്ച് പാസ്സായി. അന്ന് എല്ലാവർക്കും അങ്ങനെ പാസ്സാവുന്നതല്ല. ഗ്യാരണ്ടറൊക്കെ നമ്മൾ കുറച്ച് പേരെയൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് ലോൺ പാസ്സാവുന്നത്. എങ്കിലും ഈ ഒരു ധൈര്യം, ഞാൻ പറഞ്ഞല്ലോ 19 വയസ്സുള്ള ഒരു സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാമെന്നുള്ള ആ ഒരു തോന്നലുണ്ടാവുന്നത് തികച്ചും സ്വാഭാവികം. അതൊക്കെ പലർക്കും ഉണ്ടാവുമായിരിക്കും. പക്ഷേ എങ്കിലും ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് ചിലപ്പോൾ നഷ്ടപ്പെടാൻ, ചിലപ്പോൾ നേടിയെടുക്കാം. അങ്ങനെ ഒരു മാനസികാവസ്ഥയാണല്ലോ. എങ്കിലും ആ ഒരു ധൈര്യമൊക്കെ എങ്ങനെ കിട്ടിയത് ആ സമയത്ത്? ആഗ്രഹങ്ങളുണ്ടായിരുന്നല്ലേ? ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ബെൻസ്, BMW ഇതൊക്കെ സ്വന്തമായിട്ട് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം. ഇതിന്റെ പുറത്താണ് ഞാനിത് തുടങ്ങിയത്. അപ്പൊ അത് പഠിച്ച് നേടാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പിച്ചു. എന്നെ കൊണ്ട് പഠിക്കാൻ അത്ര സൂപ്പറൊന്നും അല്ലായിരുന്നു. ശരി. പഠിച്ചു നേടാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പറ്റുന്ന പണി എന്താണോ അത് ചെയ്യാന്നുള്ളത് നല്ല തീരുമാനമായിരുന്നു. എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഇപ്പോ ഈ റെന്റേക്കാർ മാത്രമേ ഉള്ളൂ? നമ്മൾ NRIs, പിന്നെ പുറത്തുനിന്ന് ഫോറിനേഴ്സിനൊക്കെ ഓതറൈസ്ഡ് റെന്റേക്കാർ സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടാക്സി സർവീസ് ഉണ്ട്. പിന്നെ വെഡ്ഡിങ്സ്, ഇവന്റ്സ്, കോർപ്പറേറ്റ് ഇവന്റ്സ്, ഇതിനെല്ലാം നമ്മൾ ലക്ഷറി കാറുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കല്യാണ ആവശ്യത്തിന് വിവാഹത്തിന് അർബാനിയ, പിന്നെ ടൂർ പാക്കേജ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അർബാനിയ പോലുള്ള ലക്ഷറി വണ്ടികൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് 5 സീറ്റ് തൊട്ട് ഇപ്പോൾ ഒരു 19 സീറ്റുള്ള വണ്ടികൾ നമ്മുടെ അവൈലബിൾ. എല്ലാ വണ്ടിയും ഇവിടെ തന്നെയാണോ? എല്ലാ വണ്ടികളും ഇവിടെ തന്നെയാണ്. ഇന്ന് എല്ലാ വണ്ടിയും കാണാൻ പറ്റത്തില്ല. ഉള്ള വണ്ടികൾ നമുക്ക് ഇന്ന് വേണേൽ കാണാം. തീർച്ചയായിട്ടും പിന്നെ കാണണമല്ലോ. കുറച്ച് വണ്ടികളുണ്ട്. കുറച്ച് വണ്ടികളെ ഓട്ടത്തിലാണ്. എന്തായാലും എന്ത് ചെയ്താലും ഈ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമേ ചെയ്യും. അതല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. വേറെ അങ്ങനെ ചെയ്യില്ലെന്നല്ല, ഭാവിയിൽ ചെയ്യും. ഇപ്പം ഒരു 2 വർഷത്തേക്ക് കാണത്തില്ല. നമ്മുടെ പുതിയ ബിസിനസ് വരാറുണ്ട്. ഇങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ ഒന്ന് ചാടിയാണല്ലോ നിൽക്കുന്നത്. ടെൻഷൻ ഉണ്ടോ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ? ഒന്നുമില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇത്രയും വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക്. ഓക്കെ. അപ്പൊ ഇനി എന്താണ് അടുത്ത ലക്ഷ്യം? എന്താണ്? നമ്മുടെ ഒരു കാർ വാഷിംഗ് സെന്റർ തുടങ്ങാനുള്ള പ്ലാനുണ്ട്. നമുക്ക് തന്നെ ഇത്രയും വണ്ടികൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് തന്നെ ഒരു വാഷിംഗ് സെന്റർ തുടങ്ങാനുണ്ട്. അതെവിടെ? ശങ്കരമംഗലത്ത് തന്നെ? എന്തായാലും ഒരു 5 കിലോമീറ്റർ അകത്തായിരിക്കും. ശങ്കരമംഗലത്തിന് 5 കിലോമീറ്റർ അകത്ത് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അത് സാധാരണ ഒരു വാഷിംഗ് സെന്റർ ആയിരിക്കില്ല. ഇല്ല. അതെ, 24 hours വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലായിടത്തും രാവിലെ ഈ വണ്ടിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്ന വണ്ടി വേണം, ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കുന്നത്? നമുക്കത് ചെയ്തു വരുമ്പോൾ നമുക്ക് തന്നെ ഐഡിയ ഉണ്ടാവും. ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏത് വണ്ടിയാണ് വേണ്ടത് നമുക്ക് മനസ്സിലാവും. ഏത് വണ്ടിയിലാണ് പ്രോഫിറ്റ് കൂടുതൽ വരുന്നത് നമുക്കത് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവും. നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന വണ്ടിക്കാണ് നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നത്. അങ്ങനെ നമ്മൾ പൊതുവെ ഈ മലയാളികളുടെ വണ്ടികളോടുള്ള ഒരു താല്പര്യം അതൊക്കെ തീർച്ചയായിട്ടും ശരത്തിന് അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഒരു കല്യാണം വരുമ്പോഴോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുന്ന സമയത്തൊക്കെ അവരുടെ റിക്വയർമെന്റ്സിനകത്തുനിന്ന് ഇവരുടെയൊക്കെ ഒരു ടോട്ടൽ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. എന്താണ്, ഏത് വണ്ടിക്കാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത് എന്ന് വെച്ചാൽ ആ ബ്രാൻഡ്? നമ്മുടെ നാട്ടിൽ സംബന്ധിച്ച് ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു ലക്ഷറി കാർ എന്ന് പറയുമ്പോൾ ഒരു ആളുടെ മനസ്സിൽ ആദ്യം വരുന്ന ബെൻസാണ്. ഇപ്പോഴും അതിന് വലിയ മാറ്റം വന്നിട്ടില്ല. ആൾക്കാർ ലക്ഷറി കാർ വിളിച്ചു ചോദിക്കുന്ന പോലെ ഓഫീസിൽ ബെൻസ് ഉണ്ടോന്ന്. ആ ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ. നമ്മളിവിടെ മാത്രം നമ്മൾ ലക്ഷറി കാർ നമ്മൾ ട്രിവാൻഡ്രം, കൊച്ചി എല്ലായിടത്തേക്കും നമ്മൾ ഇവിടെ തന്നെയാണ് പോകുന്നത്. ചില വണ്ടിയൊക്കെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ഏതാണ്ടില്ല ആനയെ കൊണ്ടു നടക്കുന്ന പോലത്തെ പരിപാടിയാണ് ഇത്. അതിന് തക്കതായിട്ടുള്ള ചെലവുകളും വരുന്നുണ്ടല്ലോ അല്ലേ?
ഒരു വലിയ റിസ്ക് തന്നെയല്ലേ ഈ വലിയ വണ്ടി, അത്രയും വണ്ടികൾ. ഈ ലക്ഷറി കാർ നമ്മൾ പ്രോഫിറ്റിൽ ചെയ്തല്ല സ്ഥിതി. നമ്മുടെ ബിസിനസ് മറ്റേത് തന്നെയാണ്. കോർ ബിസിനസ് നമ്മുടെ ടാക്സി സർവീസ്, മോട്ടോറൈസ് റെന്റ് കാർ, മറ്റേ അർബാനിയാത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു പാഷന്റെ പുറത്താണ് ഞാൻ വാങ്ങിക്കുന്നത്. അത് ശരി. അതങ്ങനെ റെന്റിന് അധികം കൊടുക്കാറില്ല? പോകാറുണ്ട്. നമുക്ക് ടാക്സി വണ്ടികളുണ്ട്, ലക്ഷറി ടാക്സി ഉണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ വാങ്ങുന്ന വണ്ടികളുണ്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത്. അത് സ്വന്തം ഉപയോഗത്തിനാണ്. അത് എത്ര ഉണ്ട്? അതൊരു വണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന വോൾവാണ്. അത് എങ്ങോട്ടും തൊട്ട് കളിക്കില്ല അധികം? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി കുറച്ച് പുതിയ കക്ഷികളെ നമുക്ക് പരിചയപ്പെടാം. വേദന നമ്മൾ പരിചയപ്പെട്ടു ഓൾറെഡി. ശരത്ത് ഇവരൊക്കെ ആരൊക്കെയാണ്? ഇവരൊക്കെയാണ് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുള്ള മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഓരോരുത്തരൊന്ന് പരിചയം. ഷംനാദ്, അനസ്, ഇങ്ങോട്ട് ഫ്രണ്ടിലേക്കോ എന്തെങ്കിലും നാണം ഉണ്ടോ? ആൽഫ്രഡ്. ഓക്കെ. നിങ്ങളൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്ന സത്യത്തിൽ അവിടെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട്? നമ്മളിപ്പം ഇവിടുത്തെ അത്യാവശ്യം ഓട്ടം, ട്രാവൽസിന്റെ ഓട്ടങ്ങളൊക്കെ പോകുന്നത് നമ്മളാണ് മെയിനായിട്ടും. പിന്നെ ഒരു 3-4 പേരോടെ ഉണ്ട്, അവരൊക്കെ ഓരോ ഓട്ടങ്ങളായിട്ട് ഇപ്പം പോയിരിക്കുകയാണ്. താങ്കൾ തന്നെ ഓഫീസ് കാര്യങ്ങളും വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട്, വണ്ടി പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ശരത്തിൽ ഇപ്പം കൂടെ നിൽക്കുമ്പോൾ? ചിലപ്പോൾ അത് കൃത്യമായി പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയുണ്ട് ഒരു ബോസ് എന്നുള്ള നിലയ്ക്ക്? ബോസല്ല, ഞങ്ങളുടെ വെരി ഗുഡ് ഫ്രണ്ടും ഒരു സഹോദരനെ പോലാണ്. പിന്നെ നമുക്കെന്താ പറയുക, എല്ലാ കാര്യങ്ങളിലും പുള്ളി തന്നെ അറിഞ്ഞോരോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതല്ലാതെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പുള്ളിയെ സംബന്ധിച്ചില്ല. പുള്ളി വളരെ ഹാർഡ് വർക്കാണ്, പുള്ളി ഡെഡിക്കേറ്റഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകാനുള്ള ഇതിൽ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡാണ്. ഒരു ചെറിയ ഏജ് തൊട്ടേ പുള്ളി സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇനിയും കുറച്ച് വളരാനുള്ള പരിശ്രമത്തിലാണ്. ശരത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള, ഞാൻ ഇച്ചിരി ഏജ്, ശരത്ത് നമ്മുടെ ഒരു ഏജല്ല, ശരത്ത് കൊച്ചു പയ്യനാണ്. ഇപ്പോഴത്തെ ഒരു പിള്ളേരെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർക്കൊരു മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ശരത്ത്. തീർച്ചയായിട്ടും അത് ശരത്തിൽ ഒരു പാഠമാക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്. മീൻസ് ഒരു 18 ഇയേഴ്സ് തൊട്ട് ശരത്ത് നട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോൾ ഒരു 25 ഇയേഴ്സ് ഒക്കെ ഉണ്ടായുള്ളൂ ശരത്തിന്. ഈ ഒരു ഇയേഴ്സിനുള്ളിൽ ഇത്രയൊക്കെ ഒരു സംരംഭത്തിൻ്റെ ഇത്രയും ഈ ലെവലിലൊക്കെ എത്തിയില്ലേ ഒരു വണ്ടിയിൽ നിന്ന് തുടങ്ങി. തീർച്ചയായിട്ടും ഈ ഒരു എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതായത് അതിനുള്ളിൽ ഡേ എന്നോ നൈറ്റ് എന്നോ ഇല്ലാതെ അവൻ്റെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് ഈ ഒരു രീതിയിൽ അവൻ വളരാൻ കാരണം. അല്ല, പുള്ളിയുടെ ഒരു സക്സസ് ആരുടെ ഫോൺ അടിക്കുന്നത്? വീട്ടിൽ നിന്ന് ഭാര്യ ആണെങ്കിൽ എടുത്തോ? ഇല്ല, കുഴപ്പമില്ല, വേറെ ആരെങ്കിലും കുഴപ്പമില്ല. എത്ര നല്ല പ്രഡിക്ഷനാണ്. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു സക്സസ്സിന് എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടാവുമല്ലോ. എന്താണ് നിങ്ങൾ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ ഒരു ഫോർമുലയായിട്ട് തോന്നിയിട്ടുള്ളത്? എന്താണ് ഫോർമുല? മീൻസ് അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ ആണ്. ഇതിനോടുള്ള പുള്ളിയുടെ ഒരു പാഷനാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്റ്റ്. അത് ഡേ എന്നോ നൈറ്റ് ഒന്നോ ഇല്ല. ഇതിപ്പം ഒരു വർക്ക്, ഇപ്പോൾ എവിടെന്തെങ്കിലും ഒരു ഓട്ടോ, ഇപ്പോൾ രാത്രി 12 മണിക്ക് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ശരത്ത് ഓക്കെയാണ്, ഇപ്പോൾ വേണോ? ഓക്കെ, വണ്ടി റെഡിയാണ്, നമ്മളെ വിളിക്കുക, ആരും അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈവറുണ്ടോ? 1 അവറിനുള്ളിൽ എത്തണമെന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ അരമണിക്കൂർ കൊണ്ട് എത്തും. അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വിസ്താരയുടെ ഗൂഗിൾ എടുത്ത് നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ അതിനകത്ത് നമ്മുടെ ഫീഡ്ബാക്ക് തന്നെ അറിയാൻ പറ്റും. 100% സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ക്ലയൻസാണ് നമുക്കുള്ളത്. അത് തന്നെ വലിയൊരു വിജയമാണ്. 25 വണ്ടി, ഒരു വണ്ടി കൊണ്ട് കിടക്കുന്നവൻ്റെ ടെൻഷൻ തന്നെ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ 25 വണ്ടി മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിനെയൊക്കെ എങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു? പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒന്നും മിണ്ടുന്നില്ല. അതെ, ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു അത്ഭുതമാണ്. മീൻസ് ഇപ്പം അവിടെ ഓഫീസിലായാലും ഈ ഇത്രയും വണ്ടികൾ മാനേജ് ചെയ്യണം, മറ്റ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് നോക്കുന്നത്. പുള്ളിയുടെ മെയിനായിട്ടുള്ള പാഷൻ ഇതായതുകൊണ്ട് പുള്ളിക്ക് ഇതിനകത്തുനിന്നൊരു വേറൊരു നെഗറ്റീവ്. എപ്പോഴെങ്കിലും ശരത്ത് ദേഷ്യപ്പെടാറുണ്ടോ? ഞാൻ അത് ഇദ്ദേഹത്തിനോട് ചോദിച്ചു. ഫ്രണ്ട്ലിയാണ്. ഒരു ദിവസം, ഒരു നിമിഷം പോലും ഇല്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. എന്നാലും ചില്ലറ അല്ലറ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ ചിലപ്പോൾ, വണ്ടി അടുത്ത് ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയാണ്?
കൂളാണ്. കൂളാണ്. കുഴപ്പമില്ല. നിങ്ങളോടൊക്കെ അതുകൊണ്ടാണ് നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. സ്റ്റാഫുകൾ എന്നുള്ള വ്യത്യാസം ഇല്ല, എല്ലാവർക്കും സപ്പോർട്ടാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും സ്റ്റാഫുകളും അറിഞ്ഞു തന്നെ നിൽക്കുന്നവരാ, ആരും നെഗറ്റീവായി അതെനിക്ക് തീർച്ചയായിട്ടും അത് ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം തന്നെ ഈ കൊടും വെയിലിൽ സത്യം പറഞ്ഞാൽ അവരിവിടെ ഇപ്പോൾ വന്ന് കൂടെ നമ്മുടെ കൂടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് ഓഫീസിൽ ഇരുന്നാൽ മതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കാണ് അവർ ഓരോരുത്തരും വണ്ടി എടുത്ത് മാറ്റാനായാലും ഇവിടെ വന്ന് നിൽക്കാനായാലും ഇപ്പം നമ്മുടെ കൂടെ നിൽക്കാനായാലും ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഇതൊന്നും ഇവരുടെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. പക്ഷേ എങ്കിലും ആ സപ്പോർട്ട് അതാണല്ലോ നമുക്ക് ഏറ്റവും കിട്ടുന്ന ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കൂടെ ആളുണ്ടെങ്കിൽ ഏത് കാര്യവും അത് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ, അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ടിന് ഞാനും കൂടി താങ്ക്സ് പറയുകയാണ്. ഓക്കെ, അദ്ദേഹം ഭാര്യയുടെ ഫോൺ വന്നെന്ന് തോന്നുന്നു. നോ പ്രോബ്ലം. എന്ത് പറഞ്ഞു? കുഴപ്പമില്ല, വേറെ ഭാര്യയല്ലായിരുന്നു. ഭാര്യ ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ വരില്ലല്ലേ? അത് ശരി. ഓക്കെ, ഒരു എന്റർടൈൻമെന്റ് ഒക്കെ എങ്ങനെയാണ്? എന്റർടൈൻമെന്റ് ഞങ്ങൾക്ക് ഓഫ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരികയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെറിയൊരു യാത്രയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഔട്ടിങ്ങിനൊക്കെ പോവാറുണ്ട്. ഞങ്ങള് ചെറിയ വണ്ടി ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളില് പോയി മുതലാളിയുടെ ഒരു ഫുഡും ചെറിയ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കറക്കമൊക്കെ ഉണ്ട്. ഞാൻ ഒരു പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും വണ്ടി ഭ്രാന്ത് ഉണ്ടോ? നിൽക്കുന്ന 3 പേരും വണ്ടി ഭ്രാന്തന്മാര് തന്നെ അത്യാവശ്യം. അതെ, അതുകൊണ്ടാണ് ഇതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. ശരത്തിന് പറ്റിയ 3 പേരാണ് ഞങ്ങൾ. അത് ശരിയാ. ഓക്കെ, ഞങ്ങൾക്കും ഈ വണ്ടി ഒരു ക്രൈസ് മാത്രമല്ല, ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും. അതെ, അതിപ്പോ എല്ലാ കാര്യങ്ങളും നോക്കാനായാലും എല്ലാത്തിനും ഞങ്ങൾക്ക് താല്പര്യമുള്ളവർ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആഗ്രഹത്തിനും അപ്പുറമുള്ള വണ്ടികളൊക്കെ സ്വന്തമായിട്ട് ഓടിക്കാനും ഒക്കെ പറ്റിയെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അതും ശരത്ത് മുഖേന സാധിക്കുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും. അതെ. ഒന്നാലോചിച്ചാലേ ഇതൊരു ചെറിയ നേട്ടമല്ല അല്ലേ? 19 വയസ്സിൽ തുടങ്ങിയ ഒരാഗ്രഹം 26 വയസ്സിൽ വന്ന് നിൽക്കുമ്പോൾ വീട്ടുമുറ്റത്ത് ഇത്രയധികം വാഹനങ്ങൾ നിരത്തിയിടുവാൻ സാധിക്കുന്ന ഒരു വിജയം, അതൊരു ചെറിയ കാര്യമല്ല. അത് ശരത്ത് തന്നെ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കണം, ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം.